നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് HSA എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സീരീസ് ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരു ജനറൽ പേപ്പർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. 5 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്. അതിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ ക്ലാസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഫോക്കസസ് ഓൺ മോണിറ്ററിംഗ് സ്റ്റുഡന്റ് ലേണിംഗ് and providing ongoing feedback to improve instruction and learning during the teaching learning process. Question: ഏത് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് കുട്ടിയെ മോണിറ്റർ ചെയ്യുന്നത്? സ്റ്റുഡന്റ് ലേണിംഗ് അല്ലേ, ആൻഡ് പ്രൊവൈഡിങ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് എന്ത് ചെയ്യുന്ന അധ്യാപകന്റെ ഇൻസ്ട്രക്ഷൻ ഇംപ്രൂവ് ചെയ്യുവാനും എപ്പോഴാണ് ഈ ഒരു അസസ്മെന്റ് മോണിറ്റർ ചെയ്യുന്നത്? ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് സമയത്ത് നമ്മളൊരു യൂണിറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യൂണിറ്റിന്റെ ഒരു കുറച്ച് ഭാഗം പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് കുട്ടിക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ക്ലാസ് റൂം ഡിസ്കഷൻ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ക്വിസ് നടത്താം. അപ്പോൾ നമുക്ക് മനസ്സിലാകും കുട്ടിക്ക് മനസ്സിലായിട്ടില്ല, അധ്യാപകന്റെ പഠന രീതിയിൽ വന്ന എന്തോ മിസ്റ്റേക്ക് ആണ്. ഇതിൽ നിന്നും അധ്യാപകന് ഇംപ്രൂവ് ടീച്ചിങ് ഇൻസ്ട്രക്ഷൻ, അധ്യാപകന് ടീച്ചിങ് ഇൻസ്ട്രക്ഷൻ അവിടെ എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാം. കുട്ടിയുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി സഹായിക്കുന്ന അസസ്മെന്റ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അസസ്മെന്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്? ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. എൻ്റെ അല്ല, ഒരു യൂണിറ്റ് പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന്റെ ക്ലാസ് കഴിഞ്ഞ് ഏറ്റവും അവസാനം നടത്തുന്നതോ ആയിട്ടുള്ള അസസ്മെന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സമ്മേറ്റീവ് അസസ്മെന്റ് ആണോ, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ആണോ, പ്ലേസ്മെന്റ് അസസ്മെന്റ് ആണോ, ഫോർമേറ്റീവ് അസസ്മെന്റ് ആണോ? ഏതായിരിക്കും ആൻസർ? അസസ്മെന്റ് ടു ഇവാലുവേറ്റ്, അസസ്മെന്റ് ടു അസിസ്റ്റ്. നമ്മൾ മനസ്സിലാക്കുകയാണ്. അധ്യാപകൻ വിദ്യാർത്ഥിയെ മനസ്സിലാക്കുന്നു. അവൻ എന്തു പഠിച്ചു, അവൻ എന്തു ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും നേടാൻ കഴിഞ്ഞു, അവൻ എവിടെയാണ് അവൻ്റെ വീക്ക് പോയിന്റ്, അവൻ എന്തുകൊണ്ടാണ് അവിടെ ബുദ്ധിമുട്ട് നേരിട്ടത്, അത് മനസ്സിലാക്കാൻ കഴിയുന്നു. കുട്ടിക്കും അവനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലേ, ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ഞാൻ ബെറ്റർ ആയിട്ട് പഠിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ഇംപ്രൂവ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ലേണിംഗ് ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കണ്ടാൽ അവിടെ ഓർക്കേണ്ടത് അതൊരു ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് അവിടെ നടത്തുന്നത്. കുട്ടിയുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും. എന്നാൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. 8ാം ക്ലാസ്സിന്റെ ക്ലാസ് തുടങ്ങുന്ന അന്ന് തൊട്ട് 8ാം ക്ലാസ് അവസാനിക്കുന്നതുവരെയും ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ അതിന്റെ തുടക്കകാലത്തിലെ കുട്ടിയുടെ പഠന നിലവാരമൊക്കെ തന്നെ അധ്യാപകന് വിലയിരുത്താവുന്നതാണ്. അല്ലെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ ക്വിസസിൽ കൂടി വിലയിരുത്താവുന്നതാണ്. ഒരു ചെറിയ ടെസ്റ്റ് പേപ്പറിൽ കൂടിയൊക്കെ വിലയിരുത്താവുന്നതാണ്. എന്താണ് അസസ്മെന്റ്? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ടൈപ്പ് ഓഫ് അസസ്മെന്റ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അസസ്മെന്റിന്റെ നേച്ചർ എന്ന് പറയുന്നത്, അസസ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസസ്മെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ലേണേഴ്സ് കറന്റ് പെർഫോമൻസ്. കുട്ടിയുടെ ഇപ്പോഴത്തെ കറന്റ് പെർഫോമൻസ് ആണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അന്തിമമായ ഒരു ഇവാലുവേഷൻ അല്ല അസസ്മെന്റ്, അല്ലെ? ടു ഐഡന്റിഫൈ ലേണേഴ്സ് കറന്റ് പെർഫോമൻസ്. നമ്മൾ 5ാമത്തെ യൂണിറ്റ് പഠിപ്പിക്കുമ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു. 2 ക്ലാസ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടിയെ അസസ് ചെയ്യുകയാണ്. കുട്ടി അതിൽ നിന്ന് എന്താണ് നേടിയത്? കുട്ടി വീക്കാണോ, സ്ട്രോങ് ആണോ, കുട്ടി ഓക്കെ ആണോ? ടു എയ്ഡ് ലേണിംഗ്, അല്ലെ? അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? എന്താണ്? എയ്ഡ് ആണ്. ലേണിംഗിൽ ഒരു എയ്ഡ് ആയിട്ടാണ് അസസ്മെന്റ് നിൽക്കുന്നത്.
ഒപ്പം തന്നെ നമുക്ക് റിവ്യൂ നടത്താൻ കഴിയുന്നുണ്ട്, അല്ലെ? റിവ്യൂ നടത്താൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ട്രാൻസ്ഫർ പല രീതിയിൽ നമുക്ക് പറയാം. ചിലപ്പോൾ കുട്ടിക്ക് ഹരണം പഠിപ്പിക്കാൻ പോകുമ്പോൾ ഗുണനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ഗുണനം അറിയുമോ എന്നൊരു അസസ്മെന്റ് നടത്തിയതിനു ശേഷം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. സർട്ടിഫിക്കേഷൻ നൽകാനും കഴിയുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ടു ചെക്ക് ഓൺ ഓവറോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോഗ്രാം. ടീച്ചിങ് ലേണിംഗ് പ്രോഗ്രാമിന്റെ ഓവറോൾ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതാണ്. രണ്ടുപേരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അധ്യാപകന്റെ പഠന സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കുട്ടിക്ക് അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അധ്യാപകൻ മനസ്സിലാക്കുന്നു, എൻ്റെ പഠന സ്ട്രാറ്റജി ഞാൻ മാറ്റി പിടിക്കേണ്ടതാണ് എന്നുള്ളത് അധ്യാപകൻ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. To determine any particular learner's stages of development. കുട്ടിയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ഓരോ പർട്ടിക്കുലർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് വിലയിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അസസ്മെന്റ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ ലേണിംഗ് ഡെവലപ്മെന്റ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. To gain information about learners' specific instructional need. അല്ലേ? നമുക്ക് ടു ഗെയിൻ ഇൻഫർമേഷൻ അബൌട്ട്, നമുക്ക് വിവരം ലഭിക്കുന്നു. വിദ്യാർത്ഥി എവിടെയാണ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷണൽ നീഡ് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഒരു ഇൻഫർമേഷൻ അധ്യാപകന് ലഭിക്കുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, പഠന രീതിയിൽ ഞാൻ മാറ്റം വരുത്തേണ്ടതാണ് എന്നുള്ളത് അധ്യാപകന് മനസ്സിലാക്കി തരുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ടു ഐഡന്റിഫൈ എനി കൺസെപ്റ്റ് or procedure which may need to be retouched or reviewed. അല്ലെ? റീടീച്ച് ചെയ്യണം. ഏതെങ്കിലും ഒരു കൺസെപ്റ്റ്, മുന്നേ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മുന്നേ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പ്രൊസീജിയർ കണക്കാണെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ കുട്ടി എവിടെയെങ്കിലും അതിനൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി റിവ്യൂ നടത്തുന്നതിനും അല്ലെങ്കിൽ റീടീച്ച് ചെയ്യുന്നതിനും അസസ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ടു മോട്ടിവേറ്റ് ഡയറക്റ്റ് ലേണിംഗ്. അല്ലേ? കുട്ടി ചിലപ്പോൾ നല്ല രീതിയിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമുക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കുട്ടിയെ വീണ്ടും നമുക്ക് പഠനത്തിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാം. അതല്ല, പിന്നോട്ട് പോകുന്ന കുട്ടിയാണെങ്കിൽ അവനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അസസ്മെന്റ്. ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ലേണേഴ്സ് ഓൺ ദെയർ പെർഫോമൻസ്. കുട്ടിയുടെ ഫീഡ്ബാക്ക്, അവന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസസ് ചെയ്യുവാനും അവനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറ്റി വിടാനും കഴിയുന്നതാണ് അസസ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പൊതുവെ നാച്ചർ ഓഫ് അസസ്മെന്റ്, ഇവാലുവേഷനും അസസ്മെന്റും രണ്ടാണ്. അസസ്മെന്റ് ടു അസിസ്റ്റ്, നമ്മുടെ കുട്ടിയെ അല്ലെങ്കിൽ ലേണറിനെ, അധ്യാപകനെ കുട്ടിയെ മനസ്സിലാക്കാൻ അസിസ്റ്റ് ചെയ്യുന്നു. കുട്ടിയെ മാത്രമല്ല അധ്യാപകന്റെ ടീച്ചിങ് പെർഫോമൻസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് അസസ്മെന്റ്. പ്രധാനമായിട്ട് ഗ്യാദറിംഗ് ഇൻഫർമേഷൻ, കുട്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കുന്നു. ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ്, അല്ലെ? ഫീഡ്ബാക്ക് ലഭിക്കുന്നു കുട്ടിയിൽ നിന്നും, അതിന്റെ അടിസ്ഥാനത്തിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം, നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാം. ദാറ്റ് ഈസ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അക്കൗണ്ടബിലിറ്റി ആണ്. ടൈപ്പ് ഓഫ് അസസ്മെന്റ്, എത്ര ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഉണ്ട് എന്നത് കൂടി നോക്കാം. അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു ചോദ്യമാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. പ്രധാനമായിട്ട് ഈ 3 ടൈപ്പ് ഓഫ് അസസ്മെന്റുകളാണ് നമ്മൾ പറയാറുള്ളത്. ഡയഗ്നോസ്, അല്ലെ? എവിടെയാണ് കുട്ടി ബുദ്ധിമുട്ട് നേരിടുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മനസ്സിലാക്കിയതിന് ശേഷം കുട്ടിക്ക് വീണ്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, റെമഡിയൽ ടീച്ചിങ് നൽകുന്നു. കുട്ടിയുടെ പ്രശ്നം എവിടെയാണ് എന്നുള്ളത് ഒരു യൂണിറ്റിൻ്റെ പകുതി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ ഒരു ക്വിസ് നടത്താം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു സെമിനാറോ വർക്ക്ഷോപ്പോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി എവിടെയാണ് പോരായ്മ, ദാറ്റ് ഈസ് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. കണ്ടക്ട് ദ ബിഗിനിങ് ഓഫ് എ കോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഹരണം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുട്ടിക്ക് ഗുണനം എന്ന് പറയുന്നത് അറിയാമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അത് അറിയാമെങ്കിൽ മാത്രമേ അധ്യാപകന് ഹരണം പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെ? അപ്പൊ കണ്ടക്ട് ദ ബിഗിനിങ് ഓഫ് എ കോഴ്സ്
ഒരു കോഴ്സിന്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ബിഗിനിങ്ങിൽ നമുക്ക് നടത്താവുന്നതാണ്. കുട്ടിയുടെ പ്രയർ നോളജ് ചെക്ക് ചെയ്യാം. ഗുണനം എന്ന് പറയുന്ന മുന്നറിവ് കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കുട്ടിയുടെ സ്കില്ല്, കുട്ടിയുടെ പൊട്ടൻഷ്യൽ, അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന്റെ പകുതി എത്തിയതിനു ശേഷം നമുക്കൊരു കുട്ടി എവിടെയാണ് ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നറിയുന്നതിന് വേണ്ടി നമുക്കൊരു ടെസ്റ്റ് നടത്താം. ആ ടെസ്റ്റിൽ നടത്തിയതിനു ശേഷം ഇന്ന മേഖലയിലുള്ള കൺസെപ്റ്റാണ് കുട്ടിക്ക് മനസ്സിലാകാതെ പോയത്, അവിടെ നമുക്ക് റെമഡിയൽ ടീച്ച് നൽകി കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ദിസ് ഹെൽപ്സ് ടീച്ചേഴ്സ് tailors their instruction to meet individual sudden need. പെട്ടെന്നൊരു നീഡാണ് അല്ലേ, പെട്ടെന്നൊരു മാറ്റമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ലേണിംഗ് പ്രോസസ്സ്, ലേണിംഗ് പ്രോസസ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. തുടക്കം മുതൽ അവസാനം വരെ മോണിറ്റർ സ്റ്റുഡന്റ്, കുട്ടിയെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ, അവന്റെ ഫീഡ്ബാക്ക് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഫീഡ്ബാക്ക്. അതാണ് ത്രൂ ഔട്ട് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിന്റെ അവസാനം നടക്കുന്ന ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ല, അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് നമുക്ക് അവസാനം നടത്താൻ കഴിയുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു, ത്രൂ ഔട്ട് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ തുടർച്ചയായിട്ട് നടക്കുന്നു. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ അവന്റെ ക്ലാസ് അവസാനിക്കുന്ന മാർച്ച് മാസം വരെ നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് കാണാൻ കഴിയുന്നു. ഇറ്റ് ഈസ് എ ഓൺ ഗോയിങ് പ്രോസസ് ആണ്. എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്? അവന്റെ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഏരിയ ഏതാണ്, അവനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു. അവന് സമ്മേറ്റീവ് ഇവാലുവേഷന് മുമ്പ് ഇംപ്രൂവ്മെന്റ് നടത്തി സമ്മേറ്റീവ് ഇവാലുവേഷനിലേക്ക് നമുക്ക് അവനെ കൈ പിടിച്ച് എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ 8ാം ക്ലാസ്സിന്റെ അവസാനം നടത്തുന്ന ഒരു മൂല്യനിർണ്ണയമാണ്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിന്റെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയുന്ന ഒരു ഇവാലുവേഷൻ ആണ്. അസസ്മെന്റ് എന്ന് പറയുന്നത് ടു അസിസ്റ്റ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവനെ ഓരോ സ്റ്റെപ്പ് കയറ്റി വിടുമ്പോൾ ഒരു സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല, അവിടെ എന്താണ് അവന്റെ ഡിഫിക്കൽറ്റീസ്, അവിടെ ഏത് കൺസെപ്റ്റാണ് അവന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നത്, അത് അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കടത്തി കൊണ്ടുപോകുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ചെക്ക് ചെയ്യുന്നത്? കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ചൊരു ക്ലാസ് റൂം ഡിസ്കഷൻ നടത്താം. 2 ദിവസം പഠിപ്പിച്ച ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ക്ലാസ് റൂം ഡിസ്കഷൻ. അതിൽ ഒരു 2-3 കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ള അധ്യാപനം ചെക്ക് ചെയ്യാം. ചെറിയൊരു ക്വിസസ് നടത്താം. എക്സിറ്റ് ടിക്കറ്റ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എൻഡ് ഓഫ് ലെസൺ ആക്ടിവിറ്റി, ലെസന്റെ അവസാനത്തെ ആക്ടിവിറ്റി നമ്മൾ കാണുമല്ലോ, അത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ അവൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡിന്റെ അവസാനം നടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ്. ഒരു യൂണിറ്റിന്റെ അവസാനം നടത്തുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അല്ലെ 9ാം ക്ലാസ്സിന്റെ മാർച്ച് മാസം അവസാനം നടക്കുന്ന പരീക്ഷ, സെമസ്റ്റർ പരീക്ഷ, ഇയർ പരീക്ഷ, ഇതൊക്കെ തന്നെ സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് ടു ഇവാലുവേറ്റ് ഓവറാൾ ലേണിംഗ് ആൻഡ് അസൈൻ ഗ്രേഡ്. 8ാം ക്ലാസ്സിൽ അവന് പൂർണ്ണമായിട്ട് കിട്ടിയ ആ ഓവറാൾ ലേണിംഗ്, അവന്റെ പൂർണ്ണമായിട്ടുള്ള ലേണിംഗ് ആൻഡ് അവൻ അസൈൻ ചെയ്യുന്നു ഗ്രേഡ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് നൽകുന്നു. എൻഡ് ഓഫ് എ കോഴ്സ് എന്ന് ചോദിച്ചാൽ അത് ഏത് അസസ്മെന്റ് ആണ്? സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. പ്രോജക്റ്റിന്റെ അവസാനം, ഒരു സെമസ്റ്ററിന്റെ അവസാനം, യൂണിറ്റിന്റെ അവസാനം, അതൊക്കെ നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് ആയിട്ട് പറയാവുന്നതാണ്. പ്രൈമറിലി ഇവാലുവേറ്റ് ആൻഡ് യൂസ്ഡ് ടു അസൈൻ ലേണേഴ്സ് എ കോഴ്സ് ഗ്രേഡ്. പ്രധാനമായിട്ട് ഒരു കോഴ്സിൽ ഗ്രേഡ് നൽകുവാൻ നമുക്ക് സഹായിക്കുന്നു, ഗ്രേഡ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡിസൈൻഡ് ടു ജഡ്ജ് ദ ലേണേഴ്സ് ഓവറാൾ പെർഫോമൻസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. ഓവറാൾ പെർഫോമൻസ് എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിക്ക് സഹായിക്കുന്നു. എക്സാം,
ടേം പേപ്പർ, ഫൈനൽ എക്സാംസ്, ഇതൊക്കെ തന്നെ സമ്മേറ്റീവ് അസസ്മെന്റിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ദേ മുന്നേ ചോദിച്ച ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഈസ് കണ്ടക്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡ്? എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡിൽ നടത്തുന്ന അസസ്മെന്റ് ഏതാണ്? ടു മെഷർ ഓവറാൾ സ്റ്റുഡന്റ് അച്ചീവ്മെന്റ് ആൻഡ് അസൈൻ ഗ്രേഡ്. കുട്ടിയുടെ ഓവറാൾ അച്ചീവ്മെന്റ് മനസ്സിലാക്കാൻ അസൈൻ ഗ്രേഡ് നൽകാൻ നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ഏതാണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് ആണോ? അല്ല. ഡയഗ്നോസിക് അസസ്മെന്റ് ആണ്. ഡയഗ്നോസ് ചെയ്യുന്നു കുട്ടിയുടെ പ്രശ്നം എവിടെയാണ്, കുട്ടി എവിടെയാണ് ബുദ്ധിമുട്ട് നേരിടുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഡയഗ്നോസിക്. സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് എ ലേണിംഗ്. പ്ലേസ്മെന്റ് അസസ്മെന്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നു. അത് തന്നെയാണ് പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡ് ടു മെഷർ ഓവറാൾ സ്റ്റുഡന്റ് അച്ചീവ്മെന്റ് ആൻഡ് അസൈൻ ഗ്രേഡ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്? സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. എ ടീച്ചർ കളക്ട് ആൻഡ് റീഡ് ദ വർക്ക് ഓഫ് എ സ്റ്റുഡന്റ് ഇൻ ക്ലാസ് 9. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ വർക്ക് ടീച്ചർ കളക്ട് ചെയ്യുകയും റീഡ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ അപ്പോൾ പ്ലാൻ ആൻഡ് അഡ്ജസ്റ്റ് നെക്സ്റ്റ് ലെസൺ ടു മീറ്റ് സ്റ്റുഡൻസ് നീഡ്. ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ പ്രോജക്റ്റ് വർക്ക്, കുട്ടിയുടെ സെമിനാർ അല്ലെങ്കിൽ കുട്ടികൾ എഴുതുന്ന അസൈൻമെന്റ്, ഇത് വായിച്ചപ്പോൾ അധ്യാപകന് മനസ്സിലായി ടു അഡ്ജസ്റ്റ്, പ്ലാൻ ചെയ്തു അല്ലെ. നെക്സ്റ്റ് ലെസൺ എങ്ങനെ കുട്ടികളുടെ മുന്നിൽ പഠിപ്പിക്കണം എന്നുള്ളതിന് അധ്യാപകൻ ഇവിടെ മനസ്സിലാക്കി കൊടുത്തു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? സമ്മേറ്റീവ് അസസ്മെന്റ് ആണോ? അല്ല, അത് എൻഡിലാണ് നടക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് ആണോ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ശരിയാണ്. ഡയഗ്നോസിക് അസസ്മെന്റ് ആണോ? അല്ല, അവിടെ നമുക്ക് റീടീച്ച് ആണ് കൂടുതലും പറയുന്നത്. പ്ലേസ്മെന്റ് അസസ്മെന്റ് ആണോ? അല്ല. ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഫോർമേറ്റീവ് അസസ്മെന്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഫോർ ടീച്ചേഴ്സ് ടു അഡാപ്റ്റ് ദെയർ ടീച്ചിങ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്. സ്റ്റുഡന്റിന്റെ നീഡിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് മെറ്റീരിയൽസ്, ടീച്ചിങ് സ്ട്രാറ്റജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം അസസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അസസ്മെന്റ് ആസ് ലേണിംഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? സ്റ്റുഡൻസ് പാസീവ്ലി റിസീവിംഗ് ഗ്രേഡ് അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ്. Teachers solely evaluate student work. Students actively involved in self-assessment and reflection. Standardized test administered at the end of the year. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ? അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പെർസ്പെക്റ്റീവ് ഓഫ് അസസ്മെന്റിൽ നിന്നുമാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് പെർസ്പെക്റ്റീവ് ഓഫ് അസസ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് പെർസ്പെക്റ്റീവ് ഓഫ് അസസ്മെന്റ് 3 എണ്ണമാണ് ഉള്ളത്. അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നിങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ, ലേണിംഗ് ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻറ് നമ്മൾ കണ്ടു. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ ടു ഇംപ്രൂവ് ലേണിംഗ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. അത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആകുന്നു. ദാറ്റ് ഈസ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷൻ ടൈമിൽ തന്നെ കുട്ടി എന്ത് നേടുന്നു, കുട്ടി അത് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ടോ, കുട്ടിക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതാണ് ഏതെന്ന് പറയുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഫോർ ലേണിംഗിന് 5 പ്രിൻസിപ്പൽ കൂടിയുണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിക്കാം, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്തായിരിക്കും അപ്പൊ 5 പ്രിൻസിപ്പൽ? കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ലേണേഴ്സ് ഇൻ ദെയർ ഓൺ ലേണിംഗ് അല്ലെ. ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ലേണേഴ്സ്, കുട്ടിയുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇൻ ദെയർ ഓൺ ലേണിംഗ് പ്രോസസ്.
അല്ലെങ്കിൽ കുട്ടിക്ക് തന്നെ മനസ്സിലാകുന്നു ഞാൻ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതി. ടു പ്രൊവിഷൻ ഓഫ് എഫക്റ്റീവ് ഫീഡ്ബാക്ക് ടു ലേണേഴ്സ്, അല്ലെ, അറ്റ് എ ടൈമിൽ തന്നെ അധ്യാപകന് കുട്ടിയുടെ ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. എഫക്റ്റീവ് ഫീഡ്ബാക്ക് ടു ലേണേഴ്സ്. അതിനനുസരിച്ച് അധ്യാപകൻ എന്ത് ചെയ്യാം? ടു അഡ്ജസ്റ്റ് ടീച്ചിങ് ടു അക്കൗണ്ട് ദ റിസൾട്ട് ഓഫ് അസസ്മെന്റ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. റെക്കഗ്നൈസിംഗ് ഓഫ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് അസസ്മെന്റ് ഹാസ് നോ ലേണേഴ്സ് മോട്ടിവേഷൻ ഹാസ് നാലാമത്തെ ഒന്നും കൂടെ പറയാമേ. Recognition of the profound influence assessment has on learners motivation and self-esteem. ഇതെന്ത്? കുട്ടിയുടെ മോട്ടിവേഷൻ, സെൽഫ് എസ്റ്റീം. എന്നെ കൊണ്ട് പറ്റി, അല്ലെ, ഇത്രയും ഭാഗം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, ഇനി അപ്പോൾ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ കഴിയും. കുട്ടിയുടെ സെൽഫ് എസ്റ്റീം വളർത്തുന്നു, കുട്ടി മോട്ടിവേഷൻ ആകുന്നു. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷൻ പീരീഡിലാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് നടക്കുന്നത്. The need for learners to be able to assess themselves, understand how to improve. അല്ലേ? The need for learners to be able to assess themselves and understand how to improve. എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഓക്കെ ആണോ? അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അല്ലെ? ഇറ്റ് ഈസ് എ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഫോസ്റ്റേഴ്സ് ഇൻഡിപെൻഡന്റ്, കോൺഫിഡന്റ്, ലൈഫ് ലോങ് ലേണേഴ്സ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത് അസസ്മെന്റ് ഓഫ് ലേണിംഗിനെ കുറിച്ചാണ് പറയാനുള്ളത്. പെർസ്പെക്റ്റീവ് ഓഫ് അസസ്മെന്റിൽ രണ്ടാമത്തേതാണ് ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് 8ാം ക്ലാസ്സിന്റെ പഠനമൊക്കെ കഴിഞ്ഞു, 8ാം ക്ലാസ്സിന്റെ അവസാനത്തോടു കൂടി ഒരു എക്സാം നടത്തുകയാണ്. അറ്റ് ദ എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡ് നടക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ കണ്ടാൽ അവിടെ എന്താ ഓർക്കേണ്ടത്? അറ്റ് ദ എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡ്, ദാറ്റ് ഈസ് അവിടെ നമുക്ക് എന്ത് കാണാം? സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് നമുക്ക് അവിടെ പറയാനുള്ളത്, അല്ലേ? ഒരു യൂണിറ്റിന്റെ അവസാനം, ഒരു കോഴ്സിന്റെ അവസാനം, ഒരു അക്കാഡമിക് ഇയറിന്റെ അവസാനം കുട്ടിയെ വിലയിരുത്തുന്നതാണ്, ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷന് ശേഷം വിലയിരുത്തുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. റിപ്പോർട്ടിംഗ് ആൻഡ് ഗ്രേഡിംഗ് പർപ്പസ്, അല്ലേ? നമുക്ക് കുട്ടിയെ അസസ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അവൻ 8ൽ നിന്ന് 9ലേക്ക് പോകാൻ പ്രാപ്തനാണ് എന്ന് റിപ്പോർട്ട് ചെയ്യാം, ഗ്രേഡ് നൽകാം, മാർക്ക് നൽകാം. ഇതൊക്കെയാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ ആണ്. ദാറ്റ് ഈസ് അവിടെ ഓർക്കേണ്ട പേരാണ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഇറ്റ്സ് ടിപ്പിക്കലി യൂസ്ഡ് ടു പ്രൊവൈഡ് evidence of what students have learned against established standard or learners learning outcome. എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്, അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി എന്ത് നേടി, എന്ത് ലേണിംഗ് ഔട്ട്കം നേടി, ഓഫ് ഇൻ ദ ഫോം ഓഫ് ഗ്രേഡ് ആൻഡ് സ്കോർ. ഗ്രേഡിന്റെയോ സ്കോറിന്റെയോ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താം. അതിനുശേഷം കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യണമോ, ടീച്ചിങ് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് പെർസ്പെക്റ്റീവ് ഓഫ് അസസ്മെന്റിൽ ഏറ്റവും അവസാനം നമുക്ക് നോക്കാനുള്ളത്. അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടി സ്വയം വിലയിരുത്തുന്നു. ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്താണ് 8 നിലയിൽ പൊട്ടും എന്നുള്ളത്. കുട്ടി ആക്റ്റീവ്ലി ഇൻവോൾവ് സ്റ്റുഡന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്, മേക്കിംഗ് ദെയർ ഓൺ അസസ്. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ചെറിയ യൂണിറ്റ് പഠിപ്പിച്ചിട്ട് അതിന്റെ പകുതി ഭാഗം പഠിപ്പിച്ചിട്ട് ടെസ്റ്റ് നടത്തി കുട്ടി സ്വയം വിലയിരുത്തി, കുട്ടി സ്വയമേ പഠനത്തിൽ മുന്നോട്ട് വരികയാണ്. Critical thinking skill, problem solving, encourages student to set an achievable goal and objectively measures progress. Students actively monitor and evaluate their own learning process. കണ്ടോ, their own learning process. അധ്യാപകനല്ല, കുട്ടി സ്വയം തന്നെ. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്നതിന് 50-ന് 45 കിട്ടി, എനിക്ക് 40 കിട്ടുള്ളൂ, അടുത്തതിന് എനിക്ക് 49 വാങ്ങണം എന്നുള്ള രീതിയിൽ മത്സര ബുദ്ധിയോട് പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. ദാറ്റ് ഈസ് അസസ്മെന്റ് ആസ് ലേണിംഗ്.
Students actively monitor and evaluate their own learning process using various strategies. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മേഖല മാത്രമാണ് നോക്കിയത്. ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അസസ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുൻ വർഷത്തിൽ ചോദിച്ചതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു മേഖലയും മറ്റ് പ്രീവിയസ് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്